ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊളാജൻ പീലിംഗ് ജെല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ ഡെഡ് സ്കിൻ സെൽസ് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊരു ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം മാറി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ആവാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ഞാനാണെങ്കിൽ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ ബ്യൂട്ടി ഓഫ് ജോസിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്രിക്കോട്ടിൻ്റെ ബ്ലോസം പീലിംഗ് ജെൽ എന്നും പറഞ്ഞിട്ടൊരു പ്രോഡക്ട്സ്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാം, ആർക്കെങ്കിലും ഉപകാരം ഇങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് സംഭവം, കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റേ എന്തോ ഈ അരിപ്പൊടി കൊണ്ടൊക്കെ അല്ലേ ഇട്ട് നോക്കി. പക്ഷേ നമ്മുടെ സ്കിൻ അങ്ങ് ഡ്രൈ ആവുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ ഇതാണെങ്കിൽ ഡ്രൈ ഒന്നും ആവത്തില്ല സ്കിന്ന്. ഇത് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഉപയോഗിക്കാൻ വളരെ പാടൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് എന്തെങ്കിലും വെച്ച് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മുഖം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇത് ഒരു കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മുടെ മൊത്തത്തിൽ ഫേസിലും നെക്കിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം. ഇത് കണ്ണിലൊന്നും ആ ഏരിയയിലൊന്നും തേക്കരുത്, അല്ലാതെ മൊത്തത്തിൽ ഇട്ട് ഇതൊന്നും ഒരു 20 സെക്കൻഡ് ഒന്ന് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മോയ്സ്ചറൈസ് ബാക്കി സ്കിൻ കെയർ എന്തുവാന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. അപ്പം ഇതൊന്ന് സത്യം പറഞ്ഞാൽ ഇത് നല്ല ഒരു പ്രോഡക്റ്റ്സ് സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടോ, ദാണ്ട് ഇതുപോലെ ഇരിക്കും, കണ്ടോ? പിന്നെ എവിടെയെങ്കിലും അറിയാമല്ലോ, ഏത് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതിന് മുൻപും ആദ്യം നമ്മുടെ ഏതെങ്കിലും ഒരു കയ്യിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തേച്ച് നോക്കി ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതാണെങ്കിൽ ദാണ്ടേ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ടെക്സ്ചർ തന്നെ അങ്ങ് മാറും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ? ഒരു സൈസ് നമുക്കിങ്ങനെ പൊരിഞ്ഞായിട്ട് വരുന്നതായിട്ട് തോന്നും. അതൊന്നും പേടിക്കണ്ട. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ, ഇങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് നമ്മുടെ ഫേസിൽ നിന്നൊന്ന് റബ്ബ് ഇതാവുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒത്തിരി സമയമായിട്ട് അങ്ങ് റബ്ബ് ചെയ്യേണ്ട, ഒരു 20 സെക്കൻഡ് മതിയാവും. അതായത് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് മതിയാവും. ഇതുപോലെ ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഇത് കണ്ടോ, കയ്യിലുണ്ട്, ഇതുപോലെ ആവും. അപ്പം ഇതിങ്ങനെ ഈ സമയം ഇങ്ങനെ ആയി വരും. അപ്പം നമുക്കാണെങ്കിൽ ആ ഭാഗം ഒന്ന് തുടച്ച് നോക്കിയാൽ നല്ല മോയ്സ്ചറൈസായിട്ടും ഇരിക്കും. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് നമ്മുടെ ആപ്രിക്കോട്ട് ബ്ലോസം പീലിംഗ് ജെൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഇതിനകത്ത് തന്നെ വാങ്ങാവൂ. പിന്നെ ഏത് പ്രോഡക്ട്സിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കെയർഫുള്ളായിട്ട് വാങ്ങിക്കണം. അതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഇതായിട്ട് തോന്നുവാണെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യ്. അപ്പം ശരി, ബൈ ബൈ, സീ യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.